കടമന്റെ പേരിൽ എന്റെ ഭാര്യയുടെ സ്വർണം മുഴുവൻ വിറ്റ് തീർത്തമേ. എനിക്ക് ഒരു ഭാര്യയും കുഞ്ഞൊക്കെ ഉണ്ട്. മതിയമ്മേ, ഇന്നത്തോടെ എല്ലാം മതി. എനിക്കും ജീവിക്കണം. വന്ന പെണ്ണുങ്ങൾ രൂപമില്ലെങ്കിൽ ഭർത്താക്കന്മാരെ മാറ്റിയെടുക്കുന്ന കേട്ടിട്ടേ ഉള്ളൂ. അപ്പൊ കണ്ണിൽ തന്നെ അനുഭവമായി. എന്നാലും കല്യാണം കഴിഞ്ഞപ്പോ നിനക്ക് അമ്മയും പെങ്ങളും ഒന്നും വേണ്ടണ്ടായില്ലേ? അങ്ങനെയുണ്ടാ ഒരു ഭാര്യ? നാട്ടുകാരുടെയും അവളുടെ വീട്ടുകാരുടെ ഒക്കെ മുന്നിൽ എന്റെ കുട്ടീനെ നാണം കെടുത്തിയപ്പോ നിനക്ക് സമാധാനമായില്ലടാ? അമ്മ കുറെ ദിവസമായാലും ഇതന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ എന്ത് അവളുടെ മനസ്സമാധാനം കാണുന്നാ പറയുന്നത്? പിന്നെ അല്ലാണ്ട് നീയല്ലടാ പറഞ്ഞത് എന്റെ കുട്ടിനെ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ കാണിക്കുന്നുള്ളത്. അതുകൊണ്ട് മാത്രമാ അവൻ ദുബായിൽ നിന്ന് പ്രസവ സമയത്ത് നാട്ടിലെത്തിയത്. എന്റെ കുട്ടിക്ക് ലീവ് കൂടിയില്ല. എല്ലാം നീ ഒരൊറ്റ ഒരുത്തം കാരണമാ. അമ്മേ, ചേച്ചിന്റെ 2 പ്രസവം കഴിഞ്ഞാണമ്മേ. ഇതിപ്പോ ഇവളുടെ 2ാമത്തെ അല്ലേ? ഇത്രയും കാലം കടവന്റെ പേരിൽ ഞാൻ തന്നെയല്ലേ എല്ലാം നോക്കിയത്. ഇനി എനിക്ക് ആകില്ലമ്മേ, ഒരുപാട് കടകളുണ്ട്. ഞാൻ പറഞ്ഞില്ല ഈ പരിപാടി നിർത്തിയതാണെന്ന്. അപ്പൊ അമ്മയല്ലേ പറഞ്ഞത് അത് പറ്റില്ല, ഇത് കൂടി നോക്കണമെന്ന്. അതന്നെയാ പറഞ്ഞത്. എന്നെ കൊണ്ട് പറ്റുകയാണെങ്കിൽ ഞാൻ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ കാണിക്കണമെന്ന്. അവർക്ക് ഇനി വലിയ ഹോസ്പിറ്റലിൽ കാണിക്കുക ചിലവ് അവരെടുത്തോട്ടെ. അല്ലെങ്കിലും ഇപ്പോൾ ദുബായിൽ നിന്ന് ഭാര്യ പ്രസവിച്ച സമയത്ത് നാട്ടിൽ വന്ന് പറഞ്ഞതേ അത് വലിയ കാര്യം തന്നെയാണ്. ഈ സമയത്ത് ഭർത്താവ് ഭാര്യൻ്റെ കൂടെ നിൽക്കുക തന്നെ വേണം. ലീവില്ല അത്ര. ഏതോ ഒരു കമ്പനിക്കാരന്റെ കല്യാണത്തിന് 5 ദിവസം ലീവാക്കിയിട്ട് പെട്ടെന്ന് വന്നല്ലോ. അതിനേക്കാളും വലിയ കാര്യമല്ലേ ഇത്? ഓ അങ്ങനെ എല്ലാം നിന്റെ ഭാര്യ പറഞ്ഞ് പഠിപ്പിച്ചായിരിക്കില്ലടാ. അവളുടെ ഒരു തരി പൊന്നുപോലും ബാക്കിയില്ലാതെ എല്ലാം ഈ കുടുംബത്തിന് വേണ്ടി ചെലവാക്കില്ലേ? നീ അവളുടെ മേലെ കുതിരയായിരിക്കോ? അല്ല, എനിക്ക് അറിയാൻ മേലോട്ട് ചോദിക്കാണ്. പെങ്ങളുടെ പ്രസവം നോക്കേണ്ടത് ആങ്ങളെ എൻ്റെ കടമയാണ്. എൻ്റെ ഭാര്യ ഒന്ന് പ്രസവിച്ചല്ലേ? എന്നാൽ ഈ പെങ്ങന്മാരോ ഈ പറയുന്ന അമ്മയോ അളിയന്മാരോ ആരെങ്കിലും എന്തെങ്കിലും സഹായിച്ചോ? എന്താമേത്? ഞാനത് കറോ പശുവാണോ? അതിന് നീ വലിയ പുണ്യാളനായിട്ടല്ലേ? ആദ്യത്തെ പ്രസവമാണ്, അത് പെണ്ണിന്റെ വീട്ടുകാരാ നോക്കണ്ടെന്ന് പടിപ്പടി ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞല്ലേ. അപ്പൊ നിനക്കത് പറ്റിയില്ലല്ലോ, അതൊന്ന് അനുഭവിച്ചോ? ഇതൊക്കെ ആരുണ്ടാക്കിയ നിയമമാണ്? എൻ്റെ ഭാര്യന്റെ പ്രസവം നോക്കേണ്ടത് അവളുടെ വീട്ടുകാരാണോ? അത് ഭർത്താവായി എൻ്റെ കടമയത്? അല്ലെങ്കിൽ അവളുടെ വീട്ടിൽ എന്തുണ്ടമ്മേ? ആ കൂടി ഒരാൾ കൊണ്ടുവന്നിട്ട് അവിടെ നിന്ന് കഴിയേണ്ടത്. ചെറുപ്പം മുതലേ പൈസന്റെ വില എന്താണെന്ന് എനിക്ക് നല്ല പോലെ അറിയാമേ. അതുകൊണ്ട് ഒരാളെയും ഞാൻ പിഴിയില്ല. പിഴിയണ്ടടാ, ഭാര്യ വീട്ടുകാരിങ്ങനെ പോറ്റിക്കൊണ്ടിരുന്നോ? ഈ പെങ്ങന്മാർക്ക് കൊടുക്കുന്നതിനൊക്കെ 100 കണക്ക് വെച്ചിട്ടില്ലല്ലോ. അല്ല ആങ്ങള. ഭാര്യ വീട്ടുകാരെ ഞാൻ പോറ്റുന്നോ? ഓണത്തിനും വിഷുവിനും കുറച്ച് ഡ്രസ്സ് എടുത്ത് കൊടുത്താനാണ് അമ്മ ഈ പറയുന്നത്? എൻ്റെ അമ്മയെ അവരുണ്ടാക്കിയ സ്വർണം വിറ്റിട്ടാണ് ഈ വീട്ടിലെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞത്. പെങ്ങളുടെ വാർപ്പിനും അവളുടെ പ്രസവത്തിനൊക്കെ ആ സ്വർണം എടുത്തത്. അതൊക്കെ അമ്മ മറന്നോ? ആ പിന്നെ എന്തിനീ ഭാര്യമാര് സ്വർണം കൊണ്ടുവരുന്നത്? ഭർത്താവിന് എന്തെങ്കിലും പ്രശ്നം വന്നാൽ അതെടുത്ത് വിൽക്കുകയോ പണയം വെക്കുകയോ ചെയ്യാന്നെ. ഭർത്താവിന്റെയും വീട്ടുകാരനെയും കടന്നു തീർക്കാൻ വേണ്ടിയിട്ടാണേ ഓരോ പെൺകുട്ടികളും കല്യാണം കഴിച്ചു കൊണ്ടുവരുമ്പോൾ സ്വർണം കൊണ്ടുവരുന്നത്. അല്ല, ഈ ഭാര്യ വീട്ടുകാർക്കും കടമുണ്ടാവില്ലേ? അത് തീർക്കാൻ ഭർത്താവായി എനിക്ക് പറ്റുമോ? അങ്ങനെ ചെയ്ത അമ്മ വെറുതെ ഇരിക്കുവോ? അല്ല, ഇനിയിപ്പോ അവള് കൊണ്ടുവന്ന സ്വർണത്തിന് ഒരു പാവം പോലും തിരിച്ച് അങ്ങോട്ട് കൊടുക്കാൻ സമ്മതിക്കുവോ? എന്റെ ഗതികേട് കൊണ്ട് എല്ലാം പണയം വെച്ചാണമ്മേ. അല്ല, അമ്മ പറഞ്ഞ പോലെ ഭർത്താവിന്റെ പ്രശ്നത്തിനല്ലല്ലോ, ഭർത്താവിന്റെ പെങ്ങളുടെ വീട് പഠിക്കും മറ്റേ കാര്യങ്ങളൊക്കെ അല്ലേ എന്റെ ഭാര്യന്റെ സ്വർണ്ണം എടുത്തത്. എന്തേ അവൾക്ക് സ്വർണ്ണമില്ലേ? അതൊക്കെ എടുത്ത് അത് ചെയ്താൽ പോരായിരുന്നോ? എന്താല്ലേ എടാ, അച്ഛനും അമ്മയും പറയണത് അനുസരിക്കാൻ വേണ്ടത്. അതാ നല്ല മക്കള്. അതിനായിട്ട് ഇങ്ങനെ എല്ലാത്തിനും തർക്കുത്തരം പറഞ്ഞ് നടക്കുകയല്ല വേണ്ടത്. അച്ഛനും അമ്മയും പറയുന്നതൊക്കെ മക്കള് കേൾക്കണമേ. പക്ഷെ അതേപോലെ മക്കളെ അച്ഛനമ്മമാരും മനസ്സിലാക്കണം. നിങ്ങൾ പറയുന്നത് കേട്ട് നടന്നിട്ടാണമേ ഞാൻ ഇത്രയും വലിയ കടക്കണിയിലായത്. അല്ല, എന്റെ ശമ്പളം എത്രയാണെന്ന് അമ്മയ്ക്ക് അറിയില്ലേ? അതുകൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമേ? അതിനനുസരിച്ചുള്ള കാര്യങ്ങളാണോ അമ്മ ഇത്രയും കാലം പറഞ്ഞത്? എല്ലാവരും അങ്ങനെ തന്നെയാടാ. പിന്നെ ഒരു കുടുംബത്തിലിരിക്കുമ്പോ അവനവന്റെ കാര്യം മാത്രമാണ് നോക്കി നടക്കേണ്ടത്. എല്ലാവരുടെയും കാര്യം കണ്ടറിഞ്ഞ് ചെയ്യണം. ഇത്ര കാലം ഞാൻ അങ്ങനെ തന്നെയല്ലേ അമ്മ ചെയ്തത്? അതുകൊണ്ട് ഇപ്പൊ എന്തായി? എന്റെ ജീവിതത്തിൽ സന്തോഷവും ഇല്ല, മുഴുവൻ കടവും. അല്ല, ഈ പെങ്ങന്മാർക്കും എന്റെ കാര്യമൊക്കെ ഇടയ്ക്കൊക്കെ നോക്കാലോ. എപ്പോഴെങ്കിലും അമ്മ അത് പറഞ്ഞിട്ടുണ്ടോ? 1 രൂപ എനിക്ക് ആരെങ്കിലും ഇതുവരെ തന്നിട്ടുണ്ടമ്മേ? ഓ മതി മതി, ഇനി അതും ഇതും പറഞ്ഞിട്ടേ എന്റെ ഉള്ള മനസ്സമാധാനം കളയണ്ട. എന്തായാലും പ്രസവം അവര് നോക്കി. എന്തായാലും 1.5 ലക്ഷം നിനക്ക് അതിൽ ലാഭമായില്ലേ? ഇപ്പൊ അവര് 90-ന് വിളിച്ചിട്ട് പോണെന്നാ പറഞ്ഞത്. 5-8 മാസം ഒന്നും ഇരുത്തുന്നില്ല അത്രേ. അപ്പൊ അതിന്റെ കാര്യങ്ങൾ എന്താ വെച്ചാ ചെയ്യണ്ടേ? അവരെപ്പോഴും വിളിച്ചു കൊണ്ടുപോട്ടമ്മേ. ഇതിപ്പോ ഇനി എന്ത് ചെയ്യാനാ? ആദ്യത്തൊന്നും അല്ലാലോ. ആദ്യത്തെ എല്ലാം വന്നിട്ട് കൊടുക്കേണ്ട നമ്മൾ കൊടുക്കുക വേണ്ടടാ. നീ എവിടെങ്കിലും വിളിച്ചിട്ടേ ഫർണിച്ചർക്കൊക്കെ ഓർഡർ കൊടുക്ക്. എന്താ ഇത്? ഇത്ര നേരം പറയുന്നൊന്നും അമ്മയ്ക്ക് മനസ്സിലാവുന്നില്ല. എൻ്റെ പൈസ ഇല്ല അമ്മേ. അല്ലെങ്കിൽ ആദ്യത്തെ പ്രസവത്തിന് ഈ കട്ടില് അലമാരും ഫ്രിഡ്ജും വാഷിംഗ് മെഷീൻ മറ്റും ഒരു ലോഡ് സാധനം കൊടുത്തു വെച്ചിട്ട് എത്ര പൈസയാണെന്നറിയോ? എൻ്റെ എത്ര മാസത്തെ ശമ്പളമാണെന്ന് അറിയാമേ. അല്ലെങ്കിൽ അവളുടെ വീട്ടിലിപ്പോ വലിയ സാധനങ്ങളൊന്നും ഇല്ലല്ലോ. ഇനിയിപ്പോ എന്തെങ്കിലും വേണമെങ്കിൽ അവര് വാങ്ങിക്കോട്ടെ, അതും ഇവിടെ തന്നെ കിട്ടിക്കൊണ്ട് പോകണോ? നടക്കില്ലമ്മേ. ഇനിയിപ്പോ അവൾക്ക് 2, 3, 4, 5 കുട്ടികൾ വേണമെങ്കിലോ ഈ ഓരോ പ്രസവത്തിനും സാധനം കൊണ്ട് കൊടുക്കാനാ? കഴിയില്ലമ്മേ. പോകുന്ന സമയത്ത് കുറച്ചാൾക്ക് ഭക്ഷണം കൊടുക്കുക, അത് മാത്രം എന്നെ കൊണ്ട് പറ്റൂ. എടാ മോനെ, ഈ കൊടുത്തൊന്നും എവിടെയും പോയില്ലടാ. എല്ലാം നിനക്ക് തന്നെ തിരിച്ചു കിട്ടും. കിട്ടും. അമ്മ എന്നെ കൊണ്ട് പറയപ്പിക്കല്ലേ.
ഇങ്ങനെ കിട്ടും കിട്ടും പറഞ്ഞിട്ടാണ് നാട് മുഴുവൻ എന്നെ കൊണ്ട് അമ്മ കവർ കൊടുപ്പിച്ചത്. എന്നിട്ട് എന്റെ കല്യാണത്തിന് എത്ര തിരിച്ചു കിട്ടിയമ്മേ? അതും കൊറോണ സമയത്ത് കൊടുത്ത എന്റെ 4 ഭാഗമെങ്കിലും കിട്ടിയോ? ഇനിയുള്ള കാലത്ത് അങ്ങനെ തന്നെ ആർക്കും അങ്ങോട്ട് കൊണ്ടു പോകുന്ന സമയം ഉണ്ടാവില്ല. അതുകൊണ്ട് ഈ കൊടുക്കലും വാങ്ങലൊന്നും ഇനി വേണ്ട. എന്തായാലും നിന്നോട് പറഞ്ഞ ജയിക്കാന്നും എനിക്ക് ആവില്ല മോനെ. നീ ആദ്യത്തെ പോലെയല്ല, എല്ലാം മാറിയിട്ടുണ്ട്. എന്ത് പറഞ്ഞാലും ചെക്കന് തലയ്ക്ക് കയറുന്നില്ലല്ലോ. നിന്റെ മോന്റെ പരിപാടിക്ക് അവൾ അരപ്പവൻ തന്നതല്ലേ, അത് തിരിച്ചു കൊടുക്കുന്ന. അമ്മ 4 വർഷം മുമ്പ് കുഞ്ഞിന്റെ നൂലുകെട്ടുള്ള സമയത്ത് അവൾ അരപ്പവൻ തന്നു പറഞ്ഞ ആ സമയത്ത് പവന് വെറും 50,000 താഴെയായിരുന്നമ്മേ. ഇപ്പൊ 1,15,000 മുകളിൽ കടന്നു. ഈ സമയത്ത് അരപ്പവൻ കൊടുക്കണം പറഞ്ഞാൽ എത്ര പൈസയാണെന്നറിയോ? ഞാനും ഒരുപാട് നടത്തിയിട്ടുണ്ടമ്മേ, അതിനൊന്നും അമ്മയ്ക്ക് കണക്കില്ലാലോ. എന്നാലും അരപ്പവന് തിരിച്ചു കൊടുക്കാൻ പറ്റില്ലല്ലേ? എന്നെ കൊണ്ട് പറ്റിയത് എന്തെങ്കിലും ചെയ്യാം, അത്രേ ഉള്ളൂ. നന്നായിട്ട് മോനെ, നീ നല്ല മാറിയിട്ടുണ്ട്. മാറിയതല്ല, അവള് മാറ്റിയതാ. എന്തായാലും ഇതുപോലത്തെ ഒരു സാധനമാണെന്ന് അറിഞ്ഞില്ലല്ലോ. ആമേ, അവള് മാറ്റിയത് തന്നെയാണ്. അല്ലെങ്കിൽ ഞാൻ ഇനി വലിയ കടക്കാരനായിട്ടുണ്ടാവും. അത് തീർക്കേ അവള് തരാൻ സ്വർണ്ണമില്ല. ഇനിയിപ്പോ അവളുടെ വീട് വിറ്റിട്ട് തരേണ്ടി വരും. ഒരു ആവശ്യത്തിന് ഒരു പൊട്ടി വളതരാ പറഞ്ഞപ്പോ ഇല്ല പറഞ്ഞിട്ട് ഓടിയ ആളാണ്. ഇനിയിപ്പോ അവളെയും കുറ്റം പറഞ്ഞിരുന്നോ? അല്ലെങ്കിൽ അങ്ങനെയല്ലേ അവസാനം സംഭവിക്കൂ. ഏട്ടാ ഒന്ന് നിന്നേ. ഞാൻ പ്രസവിച്ചു പോകുമ്പോഴേ കട്ടിലും അലമാരൊന്നും തരില്ലെന്ന് അമ്മോടെ ഏട്ടൻ പറഞ്ഞോ? പറഞ്ഞു. അല്ലെങ്കിൽ എനിക്കിപ്പോ കട്ടിലിന്റെ അലമാരിന്റെ ആവശ്യമൊന്നുമില്ലല്ലോ. ആദ്യത്തെ പ്രസവത്തിന് എല്ലാം തന്നല്ലേ. അതും പറഞ്ഞിട്ട് വെറും കൈയോടെ പോവാൻ പറ്റുമോ? അത് എനിക്ക് നാണക്കേടല്ലേ? എന്ത് നാണക്കേട് അഞ്ജു? തരാനുള്ളതൊക്കെ ഞാൻ തന്നല്ലേ. ഇനി എന്നെ കൊണ്ടൊന്നും ആകില്ലടി. എന്നിട്ട് നിന്റെ ഭർത്താവ് ഗൾഫിലല്ലേ, എന്തെങ്കിലും വേണമെങ്കിൽ മൂപ്പരോട് ഓർഡർ ചെയ്യാൻ പറ. പിന്നെ ഞാൻ പ്രസവിച്ചു പോകുമ്പോ എന്റെ ഭർത്താവിനോടാണല്ലോ പറയാ. അല്ല, നീ ചേച്ചിയുടെ വീട്ടിന്റെ വാർപ്പിനൊക്കെ കുറെ പൈസ കൊടുത്തൂലോ, എന്താ എനിക്ക് മാത്രം തരാത്തത്? കൊടുത്തിരുന്നു. അന്നേരം എനിക്ക് തീരെ ബുദ്ധിയില്ലായിരുന്നടി. അതുകൊണ്ട് എത്ര കടമെന്നറിയോ? ആ കടമൊക്കെ എന്റെ ഭാര്യന്റെ സ്വർണ്ണം വിറ്റിട്ടാ തീർത്തത്. അല്ല, നീ ഇപ്പൊ വാടക വീട്ടിലല്ലേ ഇരിക്കുന്നത്? വാടക കൊടുക്കാനുള്ള പൈസ നിങ്ങളുടെ അടുത്തുണ്ടല്ലോ. എന്തിനാണ് എന്നെ ആശ്രയിച്ച് ജീവിക്കുന്നത്? എനിക്കൊരു ഭാര്യ കുഞ്ഞുണ്ട്, എന്നെ വെറുതെ വിട്. അമ്മ പറഞ്ഞ പോലെ ഏടത്തിയമ്മ നിന്നെ നന്നായി മാറ്റിയെടുത്തു. അല്ലടോ, നീ ഇവിടെ എത്തിയോ? ബസ് ഇറങ്ങി ഞാൻ വിളിച്ചാണല്ലോ. ഇതെന്താ ഇത്ര നേരം? അത് അഞ്ജുവേ, അവൾക്ക് പ്രസവിച്ചു പോകുമ്പോ കുറെ സാധനം വേണം പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞായിരുന്നു. ഞാൻ 2 ചീത്ത പറഞ്ഞപ്പോ അങ്ങ് പോയി. പക്ഷെ ഇപ്പൊ അമ്മയ്ക്കും പെങ്ങന്മാർക്കൊക്കെ നമ്മൾ രണ്ടാളോടും ഭയങ്കര ദേഷ്യം കേട്ടോ. ആര് ദേഷ്യം കാണിച്ചാലും ഒരു കുഴപ്പമില്ല ഏട്ടാ. അപ്പൊ നിങ്ങളുടെ കടമയൊക്കെ മാറ്റി വെച്ചോണ്ടേ 5-6 മാസം കൊണ്ട് ഈ പണം വെച്ച് ചെയിൻ എടുക്കാൻ പറ്റിയില്ലേ? ഇനിയിപ്പൊ ഇങ്ങനെ തന്നെ പോവാണെങ്കിൽ എല്ലാ കടവും തീർത്ത് നമുക്ക് സന്തോഷമായിട്ട് ഇരിക്കാൻ പറ്റും. പിന്നെ ഞാൻ പുതിയൊരു കമ്പനിയിൽ CV കൊടുത്തിട്ടുണ്ട്. അവിടെ മാസം 10-20,000 ഉണ്ടെന്നാ പറഞ്ഞത്. എങ്ങനെയെങ്കിലും ഒന്ന് കിട്ടിയാൽ മതിയായിരുന്നു. നിനക്ക് എന്തായാലും കിട്ടണോ? എനിക്കും മാറണോ? ആ കൂടി 20,000 രൂപ ശമ്പളം ഉള്ളൂ. ഈ പുറത്തൊക്കെ ഈ പോസ്റ്റിന് എത്ര പൈസ ഉണ്ടെന്ന് അറിയോ? ഇപ്പൊ ഞാൻ അവിടെ തന്നെയല്ലേ ട്രെയിനിങ് കഴിഞ്ഞത്. അതുകൊണ്ടാണ് ഈ സേഫ് സോൺ നോക്കി നിന്നാലേ ഞാൻ തന്നെ ആയിപ്പോ. എന്നാലും ഞാൻ ഒരു പാക്കറ്റ് പാല് മേടിച്ചു കേട്ടോ. ഫ്രിഡ്ജിൽ പാലില്ല. നീ മെല്ലെ നടന്നോ. അങ്ങനെ രണ്ടാളും കൂടെ പോയിട്ടോ. ശരി ശരി. എന്താ ചെയ്യ? എന്റെ കുട്ടി പ്രസവിച്ച് പോകുമ്പോഴേ കുറച്ച് ഡ്രസ്സും പാത്രമായിട്ടല്ലേ പോയത്. അവൾക്ക് എത്ര വിഷമമുണ്ടെന്നറിയോ? അമ്മേ, അവള് വിഷമിച്ചു പോയപ്പോ എനിക്ക് നല്ല സങ്കടമുണ്ട്. പക്ഷെ എന്നെ കൊണ്ട് പറ്റണ്ടമ്മേ. ഇപ്പഴാണ് ഞാനൊന്ന് നിവർന്നിട്ടുള്ളൂ. സാരല്ല, ആദ്യത്തിന് നമ്മള് വേണ്ടതെല്ലാം കൊടുത്തിട്ടുണ്ടല്ലോ, അത് മതിയമ്മേ. ഇനിയിപ്പോ കഴിയനെ കുറിച്ച് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ലല്ലോ. ഞാനേ നിന്റെ അടുത്ത് വേറൊരു കാര്യം പറയാൻ വേണ്ടി വന്നതാ. എന്ത് കാര്യം? മൂത്തവളുടെ ഭർത്താവിനെ കുടുംബത്തിൽ നിന്ന് ഒരു 10 സെന്റ് സ്ഥലം ഭാഗം കിട്ടിയപ്പോ അവര് പുതിയ വീട് വെച്ച് അവിടെ താമസിക്കണോ? ഇളയവളുടെ കാര്യം അങ്ങനെയാണാ? എത്ര കാലമായി അവിടെ വാടക വീട്ടിൽ തന്നെ ഇരിക്കണേ. കുടുംബ സ്വത്ത് എന്ന് പറയാ അവൻ എന്തെങ്കിലും ഉണ്ടടാ അവിടെ? കുറെ ആയി അവിടെ ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെടണു. വലിയ ശമ്പളം എന്തെങ്കിലും ഉണ്ട് അവന്? അതും വെച്ച് നാട്ടിലൊരു 5 സെന്റ് സ്ഥലം വാങ്ങിച്ചിട്ട് വീട് വെക്കാൻ പറ്റും തോന്നുന്നുണ്ടാ? അതിനിപ്പോ ഞാനെന്താക്കാനമ്മേ? അളിയും തന്നെയല്ലേ പറഞ്ഞത് ഗൾഫിൽ നല്ല സാലറി ആയതുകൊണ്ട് കമ്പനിക്കാരെ കൂട്ടിക്കൊണ്ടുപോയതല്ലേ എന്റെ 1.5 ലക്ഷമാണ് വിസയ്ക്ക് പറഞ്ഞിട്ട് 70,000 രൂപ അതിനും ഞാൻ കൊടുത്തു. എന്തായാലും എന്നെ പോലെ 20,000 രൂപ എന്നല്ലോ, അതിൽ കൂടുതൽ ഉണ്ടാവുമല്ലോ. അങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പൊ അതൊക്കെ വീടെടുത്തോട്ടെ. 2 കുട്ടികളായി, മൂത്തത് പെണ്ണാ. അതുകൊണ്ടേ ഇനിയും വഹിച്ചാൽ ശരിയായില്ല. അമ്മ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. എന്തായാലും പെങ്ങന്മാരുടെ പേർക്ക് ഭാഗമൊന്നും നമ്മൾ കൊടുത്തിട്ടില്ലല്ലോ. മൂത്തവളുടെ അടുത്ത് ചോദിച്ചപ്പോ അവളിവിടെ നിന്നൊന്നും വേണ്ട, അതിന്റെ ആവശ്യമില്ല എന്നാ പറഞ്ഞത്.
പക്ഷെ ഇളയവൾക്ക് അങ്ങനെയല്ലല്ലോ. അതുകൊണ്ട് ഈ വീടും സ്ഥലമേ അവളുടെ പേർക്ക് എഴുതി കൊടുക്ക. എന്ത്? ഈ വീട് സ്ഥലം അവളുടെ പേര് എഴുതി കൊടുക്കാനോ? അപ്പൊ ഞാനും എൻ്റെ ഭാര്യയും കുഞ്ഞും നോക്കാമേ? നിങ്ങക്ക് രണ്ടാൾക്കും ജോലിയില്ലേ? അവൾക്കാണെങ്കിൽ ഇപ്പൊ ജോലി മാറ്റം കിട്ടിയ നല്ല ശമ്പളവും ഉണ്ട്. ഇതുപോലത്തെ എത്ര വീട് വേണമെങ്കിലും നിങ്ങൾ വിചാരിച്ചെടുക്കാൻ പറ്റില്ലടാ. അവളുടെ കാര്യം അങ്ങനെയാണാ? അവൻ ഒറ്റയ്ക്ക് ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെട്ടിട്ട് ഇതൊക്കെ ആവുമോ? ഇതുപോലത്തെ കുറെ എണ്ണോ? അമ്മ ഈ ഒരു വീട് ഇങ്ങനെ ആക്കാൻ വേണ്ടി ഞാൻ എത്ര കഷ്ടപ്പെട്ടെന്നറിയോ? അതും പറഞ്ഞിട്ട് ഇത് തറവാടല്ലടാ. നീ ഇപ്പൊ ചെറിയ മാറ്റം വരുത്തി വന്നിട്ട് ഇത്രയും കാലം നിന്റെ കുടുംബം തന്നെയല്ലേ എവിടെ ഇരുന്നത്. എപ്പോഴെങ്കിലും തറവാടിന്റെ ഭാഗം കൊടുക്കണം മോനെ ഇപ്പം കുട്ടികൾക്ക്. എന്ത് തറവാടമ്മേ? അച്ഛൻ്റെ വീട്ടുകാരെല്ലാം കൂടി പറ്റിച്ചിട്ട് ഈ വയലിൽ അച്ഛനൊരു 5 സെന്റ് സ്ഥലം കൊടുത്താണ് അമ്മ പറയുന്നത്. ഇതിനപ്പുറം 1.5 ലക്ഷം സെന്റിന് വില. ഇവിടെ റോഡും കൂടി ഇല്ലാത്തതാ. അപ്പൊ എല്ലാം കൂടി 5 സെന്റ് സ്ഥലത്തിന് എത്ര പൈസ ഉണ്ടാകാൻ പറ്റാ? 2 പെണ്ണുങ്ങൾക്ക് 20 പവൻ വെച്ചിട്ടാണ് ഞാൻ സ്വർണം ശ്രീധരനായിട്ട് കൊടുത്തത്. ഇപ്പോഴത്തെ വിലയനുസരിച്ച് എത്ര പൈസയായി? ഇനി അതിന്റെ ഭാഗം വേണത്രേ. ആദ്യം ഒരു ചെറിയൊരു ഓട് വഴിയായിരുന്നേ, അത് ഇത്രയും വലിയ വീടാക്കി മാറ്റില്ലേ? അതാണ് അമ്മ പറഞ്ഞ ചെറിയൊരു മാറ്റം. നീ വെറുതെ പഴംപുരാണം പറഞ്ഞിട്ട് കാര്യമില്ല മോനെ. കല്യാണ സമയത്ത് കുറച്ച് സ്വർണം കൊടുത്തു വേണ്ടേ, അതൊക്കെ അപ്പ കഴിഞ്ഞു. അതും പറഞ്ഞിട്ട് ഭാഗം കൊടുക്കാതിരിക്കാൻ പറ്റുമോ? ഞാൻ അച്ഛൻ എന്തായാലും തീരുമാനിച്ചതാ. അവൻ്റെ അടുത്ത് വിളിച്ചും പറഞ്ഞിട്ടുണ്ട്. കാര്യങ്ങളൊക്കെ അവള് ചെയ്യും. നീ അതിലൊന്ന് ഒപ്പിട്ട് കൊടുത്താൽ മാത്രം മതി. നിങ്ങളെ പോലുള്ള ഭർത്താക്കന്മാർക്കൊക്കെ ഒരു വിചാരമുണ്ട്, ഞങ്ങളെ ഭാര്യമാര് പറയണതൊക്കെ കുശുമ്പും കുഞ്ഞായ്മയാണെന്ന്. അല്ലെങ്കിലും ഞങ്ങൾ വന്നു കയറിയ പെണ്ണുങ്ങളല്ലേ. ഇനി അഥവാ എന്തെങ്കിലും പറഞ്ഞാൽ തന്നെ ആ നിങ്ങളെയും നിങ്ങളുടെ വീട്ടുകാരെയൊക്കെ തമ്മിൽ പിരിപ്പിക്കാനെന്ന് എല്ലാവരും വിചാരിക്കുള്ളൂ. കല്യാണം കഴിഞ്ഞിട്ട് 5 വർഷമായിട്ടില്ലെങ്കിലും നിങ്ങളെക്കാളും നന്നായിട്ട് നിങ്ങളുടെ വീട്ടുകാരെ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് കേട്ടാ. എന്നാലും അമ്മ ഇങ്ങനെ ചെയ്യുന്നേ ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. അതെനിക്ക് നേരത്തെ അറിയുന്നോണ്ട് തന്നെയാ ഈ വീട് പുതുക്കി പണിയേണ്ടത് ഞാൻ പല തവണ നിങ്ങളുടെ അടുത്ത് പറഞ്ഞത്. ചെറിയൊരു ഓടിട്ട വീടായിരുന്നില്ലേ, അതിനിപ്പോ ഇങ്ങനെ കാണുന്ന 2 നിലയാക്കാൻ വേണ്ടി നിങ്ങൾ എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ടെന്നേ അത് എനിക്ക് മാത്രം അറിയില്ല കേട്ടാ. അതിനുവേണ്ടി എന്റെ എത്ര സ്വർണം കൊണ്ട് വിറ്റ്. ഈ 5 സെന്റ് സ്ഥലത്ത് എന്താണ് ഭാഗം ഉണ്ടാകുക മൂന്നാൾക്ക്? അന്നത്തെ കാലത്ത് 2 ലക്ഷം പോലും തയ്ച്ച് കിട്ടിയായിരുന്നു. പക്ഷെ ഞാൻ അതൊന്നും നോക്കിയില്ലല്ലോ. എൻ്റെ പെക്കന്മാരെ അന്തസ്സായി കെട്ടിച്ചയക്കണം, എനിക്കത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എത്ര പാവം സ്വർണം കൊടുത്തിട്ടാണോ എല്ലാം എന്തൊക്കെ കാര്യങ്ങൾ ഞാൻ ചെയ്ത്. അവസാനം ഭാഗം ചോദിക്കുന്ന സ്വപ്നത്തിന് പോലും കരുതിയില്ലടോ. അതങ്ങനെ വരുള്ളൂ ഏട്ടാ. ഇനിയിപ്പോ നമ്മൾ തറവാട്ടിന് വേണ്ടി എന്തൊക്കെ ചെയ്താലും അവസാനം എന്തെങ്കിലും വരുമ്പോ മൂത്തമ്മൻ ആ വീട് വിട്ട് ഇറങ്ങേണ്ടി വരും. അല്ല ഇനിയിപ്പം നമ്മളെന്താ ചെയ്യാ? അവരിനി എന്നെ എത്ര തള്ളി പറഞ്ഞാലും അതെൻ്റെ അച്ഛനും അമ്മയും പെങ്ങന്മാരില്ലടോ. അവരോടൊന്നും എനിക്ക് തർക്കിക്കാൻ പറ്റില്ലടോ. ഒരു വാടക വീട്ടിലേക്ക് മാറാം. കുടുംബത്തിന് വേണ്ടി മാത്രം ജീവിക്കുന്നവരുടെ അവസാന അവസ്ഥ അല്ലേ?